മനുഷ്യസ്പർശമേൽക്കാത്ത മഴക്കാടുകൾ, കേട്ടുകേൾവി പോലുമില്ലാത്ത ജീവജാലങ്ങൾ, അതിപുരാതനമായ ഗോത്രവർഗ്ഗങ്ങൾ. ഗ്രേറ്റ് നിക്കോബാറിന്റെ നിഗൂഢതകളുടെ ചുരുൾ നമുക്കഴിക്കാം. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇന്ത്യൻ വൻകരയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പ്രദേശം കന്യാകുമാരിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പ്രദേശം ഗ്രേറ്റ് നിക്കോബാറിലെ ഇന്ദിര പോയിന്റ് ആണ്. ഇക്വേറ്ററിനോട് വളരെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇടതൂർന്ന ഉഷ്ണമേഖലാ വനങ്ങൾ അഥവാ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് കാണപ്പെടുന്നു. ഈ കാടുകളിൽ ഇന്ത്യയിൽ മറ്റെങ്ങും കാണപ്പെടാത്ത അപൂർവ ജീവജാലങ്ങൾ കാണപ്പെടുന്നു. നമ്മുടെ കോഴിയോട് സാദൃശ്യമുള്ള നിക്കോബാറീസ് മെഗാപോഡ്, എലിയോട് സാദൃശ്യമുള്ള നിക്കോബാറീസ് ട്രീ ഷ്രൂ മുതൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷമില്ലാത്ത പാമ്പായ റെറ്റിക്കുലേറ്റഡ് പൈത്തൺ വരെ ഇവിടെ കാണപ്പെടുന്നു. ഈ ജീവജാലങ്ങളുമായി ഒത്തിണങ്ങി ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള പുരാതന ഗോത്രവർഗ്ഗക്കാരായ നിക്കോബാറീസും ഷോമ്പൻസും. ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായി 2 നാഷണൽ പാർക്കുകൾ ഇവിടെയുണ്ട്. മുകളിലായി ക്യാമ്പൽ ബേ നാഷണൽ പാർക്കും താഴെ ഗാലത്തിയ നാഷണൽ പാർക്കും. ഇതിനു പുറമെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശം കൂടിയാണ് ഗ്രേറ്റ് നിക്കോബാർ. ലോകത്തിലെ കപ്പൽ ചരക്ക് ഗതാഗതത്തിൻ്റെ 40% കൈകാര്യം ചെയ്യുന്ന മലാക്ക കടലിടുക്കിൻ്റെ കാവൽക്കാരനായിട്ടാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് നിൽക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഗ്രേറ്റ് നിക്കോബാറിലുള്ള വികസന പ്രവർത്തനങ്ങൾ വാർത്താ പ്രാധാന്യമർഹിക്കുന്നു.